Question number 11. Consider f from set 1 to 3 to set ABC given by f of 1 is equal to A, f of 2 is equal to B, f of 3 is equal to C. Find f inverse and show that f inverse is equal to f. നമുക്ക് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതെങ്ങനെ ഡിഫൈൻ ചെയ്തേക്കണം തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എഫ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് എഫ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എഫ് ആണെന്ന് പ്രൂവ് ചെയ്യണം. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സെറ്റ് 1, 2, 3യിൽ നിന്ന് സെറ്റ് എ ബി സിയിലോട്ടാണ്. ഇനി ഒരു ഫംഗ്ഷൻ എഫ് ഇൻവേഴ്സ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1, 1 ആൻഡ് ഓൺ 2 ആയിരിക്കണമല്ലോ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1, 1 ആൻഡ് ഓൺ 2 ആണോ നോക്കണം. അപ്പോൾ ഈ എഫ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തേക്കണമെങ്കിൽ നമ്മളൊന്ന് മാറ്റി ചെയ്താണ്, അതായത് ഓർഡർ ബേസ് ആയിട്ട് ചെയ്താണ്. അപ്പോൾ 1 എടുക്കുകയാണെങ്കിൽ 1ൻ്റെ ഇമേജ് എന്ന് പറയുന്നത് എന്താണ്, എ ആണ്. അപ്പോൾ 1A വരും. 2 എടുക്കുകയാണെങ്കിൽ 2ൻ്റെ ഇമേജ് എന്ന് പറയുന്നത് ബി ആണ്. 3 എടുക്കുകയാണെങ്കിൽ 3യുടെ ഇമേജ് എന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ ഈ എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു എ, എഫ് ഓഫ് 2 ഈസ് ഈക്വൽ ടു ബി, എഫ് ഓഫ് 3 ഈസ് ഈക്വൽ ടു സിനെ നമുക്ക് ഓർഡർ പെയർ ആയിട്ട് ചെയ്താലോ. ഇത് 1, 1 ആൻഡ് ഓൺ 2 ആണോ നോക്കണം. അപ്പോൾ നമ്മൾ ആരോ ഡയഗ്രാം വരയ്ക്കുകയാണ്. എഫ് എന്ന് പറയുന്നത് 1, 2, 3യിൽ നിന്ന് എ ബി സിയിലോട്ടുള്ളൊരു മാപ്പിംഗ് ആണെന്ന് പറഞ്ഞു. ഇനി 1ൻ്റെ ഇമേജ് എന്താണ്, എ ആണ് വരുന്നത്. 2ൻ്റെ ഇമേജ് എന്താണ്, ബി ആണ്. 3യുടെ ഇമേജ് സി ആണ്. അപ്പോൾ ഈ ഡൊമൈനിലത്തെ എല്ലാ എലമെൻസിനും ഒരു ഇമേജ് ഉണ്ട്, ആ ഇമേജ് മൊത്തം യൂണീക്കാണ്. അതുപോലെ കോഡൊമൈൻ എടുക്കുകയാണെങ്കിൽ കോഡൊമൈനിലത്തെ എല്ലാ എലമെൻസിനും ഒരു പ്രീ ഇമേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് 1, 1ൻ്റെയും ഓൺ 2ൻ്റെയും ഡെഫിനേഷൻ അനുസരിച്ച് ഈ ഫംഗ്ഷൻ 1, 1 ആൻഡ് ഓൺ 2 ആണെന്ന് പറയാലോ. ഇത് ജസ്റ്റ് വരച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും എഫ് എന്ന് പറയുന്നത് 1, 1 ആൻഡ് ഓൺ 2 ആണ്. അപ്പോൾ എഫ് 1, 1 ആൻഡ് ഓൺ 2 ആയ കാരണം കൊണ്ട് എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമല്ലോ. നമുക്ക് എഫ് ഇൻവേഴ്സ് എന്താണെന്ന് പറയാം. നമ്മൾ മുന്നത്തെ പ്രോബ്ലത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. 1A വരാണെങ്കിൽ നമുക്ക് തിരിച്ച് തന്നെ എഫ് ഇങ്ങനെ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഈ ഓർഡർ പെയർ തിരിച്ച് എഴുതിയാൽ മതി. അതായത് A 1 വരും, B 2 വരും, C 3 വരും. എഫ് എന്ന് പറയുന്നത് 1, 2, 3യിൽ നിന്ന് എ ബി സിയിലോട്ടുള്ളതാണ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എവിടെ നിന്നായിരിക്കും, എ ബി സിയിൽ നിന്ന് 1, 2, 3യിലോട്ടുള്ളതാണ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. എഫ് എന്ന് പറയുന്നത് 1 to A ആണ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് A to 1 ആയിരിക്കുമല്ലോ. ഇനി എഫ് എന്ന് പറയുന്നത് 2 to Bയിലോട്ടാണെങ്കിൽ എഫ് ഇൻവേഴ്സ് B നിന്ന് 2യിലേക്കായിരിക്കും. അപ്പോൾ A1, B2, പിന്നെ ഇവിടുന്ന് C3 വരും. അപ്പോൾ എഫ് ഓർഡർ പെയർ ആയിട്ട് എഴുതിയിട്ട് നമ്മൾ എഫ് ഇൻവേഴ്സ് ആണെങ്കിൽ ആ ഓർഡർ പെയറിനെ തിരിച്ചെഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് എഫ് ഇൻവേഴ്സ് കിട്ടി. ഇനി ഈ എഫ് ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അത് ഈക്വൽ ടു എഫ് എന്ന് പ്രൂവ് ചെയ്യണ്ടേ. അപ്പോൾ എഫ് ഇൻവേഴ്സിന് ഇൻവേഴ്സ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ എഫ് ഇൻവേഴ്സ് 1, 1 ആൻഡ് ഓൺ 2 ആയിരിക്കണമല്ലോ. എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1, 1 ആൻഡ് ഓൺ 2 അല്ലേ. എഫ് ഇൻവേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഡൊമൈൻ, ഇതായിരിക്കും കോഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ എയും ബിയും സിയും എടുക്കുകയാണെങ്കിൽ നമുക്ക് എയിലത്തെ എല്ലാ എയ്ക്കും ബിക്കും സിക്കും ഒരു ഇമേജ് ഉണ്ട്. എയുടെ ഇമേജ് 1, ബിയുടെ ഇമേജ് 2, സിയുടെ ഇമേജ് 3. അപ്പോൾ ഇതൊക്കെ യൂണീക്കാണ്, ഇമേജസ് മൊത്തം യൂണീക്കാണ്. തിരിച്ചെടുക്കുകയാണെങ്കിലോ 1, 2, 3 ആണ് കോഡൊമൈനിൽ വരുന്നത്. അപ്പോൾ ഈ 1, 2, 3ക്ക് എല്ലാത്തിനും ഒരു പ്രീ ഇമേജ് ഉണ്ട്. 1 ഇമേജ് ആയിട്ട് വരുന്നത് എ ആണ്, 2 ഇമേജ് ആയിട്ട് വരുന്നത് ബി ആണ്, 3 ഇമേജ് ആയിട്ട് വരുന്നത് സിയിലാണ്. അപ്പോൾ ഈ എഫ് ഇൻവേഴ്സ് എടുക്കുകയാണെങ്കിലും എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1, 1 ആൻഡ് ഓൺ 2 ആണല്ലോ. ഈ ഡയഗ്രാം വരച്ചതിൽ നിന്ന് തന്നെ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. എഫ് എടുത്താലും എഫ് ഇൻവേഴ്സ് എടുത്താലും അത് 1, 1 ആൻഡ് ഓൺ 2 ആണ്. ക്ലിയർലി എഫ് ഈസ് ബൈജക്റ്റീവ്. അതുപോലെ എഫ് ഇൻവേഴ്സും ബൈജക്റ്റീവ് ആണ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബൈജക്റ്റീവ് ആണ്. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇതാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓർഡർ പെയർ ആയിട്ട് തരാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഓർഡർ പെയർ തിരിച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്ത് വരും, 1A വരും, 2B വരും, 3C വരും. ഇത് തന്നെയല്ല നമ്മുടെ എഫ് എന്ന് പറയുന്നത്. എഫ് എന്ന് പറയുന്നത് 1A, 2B, 3C ആണ്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് എഫ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എഫ് എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ ആദ്യം എഫിനെ നമ്മൾ ഓർഡർ പെയർ ആയിട്ട് എഴുതി. അപ്പോൾ അതിൽ നമുക്ക് എഫ് എന്ന് പറയുന്നത് 1, 1 ആൻഡ് ഓൺ 2 എന്ന് പറഞ്ഞു കിട്ടും. 1, 1 ആൻഡ് ഓൺ 2 ആകുമ്പോൾ അതായത് എഫ് ബൈജക്റ്റീവ് ആയിരിക്കുമ്പോൾ അതിനൊരു ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. ആ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ഒന്നില്ലെങ്കിൽ ആരോ ഡയഗ്രത്തിൽ നമുക്ക് തിരിച്ച് പറയാം, അല്ലെങ്കിൽ ഈ ഓർഡർ പെയറിനെ തിരിച്ച് എഴുതിയാലും മതി. അപ്പോൾ A1 കിട്ടി, B2 കിട്ടി, C3 കിട്ടി. ഈ എഫ് ഇൻവേഴ്സും 1, 1 ആൻഡ് ഓൺ 2 ആണ്. അപ്പോൾ എഫ് ഇൻവേഴ്സിനും ഒരു ഇൻവേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഓർഡർ പെയറിനെ വീണ്ടും തിരിച്ചെഴുതി. അപ്പോൾ നമുക്ക് എഫ് കിട്ടും. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എഫ് എന്ന് പറഞ്ഞു കിട്ടി. താങ്ക് യു.